നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ട്. താമസാനുമതി രേഖയില്ലാതെ UAE-യിൽ കാത്തിരുന്ന 3700 ഇന്ത്യക്കാർക്ക് പൊതുമാപ്പ് കാലാവധിയിൽ എക്സിറ്റ് പെർമിറ്റ് അനുവദിച്ചെന്ന് ദുബായ്. 2117 പേർക്ക് പാസ്പോർട്ടുകൾ അനുവദിച്ചു. 3589 എമർജൻസി സർട്ടിഫിക്കറ്റുകൾ നൽകിയതായും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. ക്ഷേത്രത്തിലെ വസ്ത്രധാരണ വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും ശിവഗിരി മഠത്തെയും വിമർശിച്ച് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമുണ്ടെന്നും അത് മാറ്റാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും സുകുമാരൻ നായർ. ഇത് മന്നത്തിന്റെ അഭിപ്രായമല്ലെന്ന് ശിവഗിരി മഠം മേധാവി സ്വാമി സച്ചിദാനന്ദ. പിണക്കം മറന്ന് രമേശ് ചെന്നിത്തല NSS വേദിയിൽ മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KFC-ക്കെതിരെ കോടികളുടെ അഴിമതി ആരോപണം ഉന്നയിച്ച് VD സതീശൻ. മുങ്ങി നിൽക്കുന്ന അനിൽ അംബാനിയുടെ കമ്പനിയിൽ നിക്ഷേപിച്ചത് 60 കോടി. കമ്പനി പൂട്ടിയപ്പോൾ തിരിച്ചു കിട്ടിയത് 7 കോടി മാത്രമെന്നും പ്രതിപക്ഷ നേതാവ്. നിക്ഷേപം നടത്തിയത് മാനദണ്ഡങ്ങൾ പാലിച്ചെന്ന് ധനമന്ത്രി KN ബാലഗോപാലും മുൻ മന്ത്രി തോമസ് ഐസക്. വയനാട് പുനരധിവാസ നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ. കിഫ്കോൺ പ്രതിനിധികൾ അടക്കമുള്ളവരുമായി ചർച്ച നടത്തി റവന്യൂ മന്ത്രി. ടൗൺഷിപ്പിൽ 10 സെന്റ് ഭൂമിയെങ്കിലും നൽകണമെന്ന നിലപാടിൽ ഉറച്ച് ജനകീയ ആക്ഷൻ കമ്മിറ്റി. സ്കൂൾ കായികമേളയിൽ പ്രതിഷേധിച്ച സ്കൂളുകൾക്ക് വിലക്ക്. തിരുനാവായ നാവമുകുന്ദ സ്കൂളിനും കോതമംഗലം മാർ ബേസിൽ സ്കൂളിനും അടുത്ത വർഷത്തെ കായികമേളയിൽ പങ്കെടുക്കാനാകില്ല. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരം 4 പേർക്ക്. ഖേൽ രത്ന ലഭിച്ചത് മനു ഭാക്കർ, D. ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ എന്നിവർക്ക്. മലയാളി നീന്തൽ താരം സജൻ പ്രകാശ് ഉൾപ്പെടെ 32 പേർക്ക് അർജുന അവാർഡ്. ദ്രോണാചാര്യ അവാർഡ് S. മുരളീധരന്. വാർത്തയിലേക്ക് വിശദമായി. ക്ഷേത്രത്തിലെ വസ്ത്രധാരണ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ശിവഗിരി മഠത്തെയും വിമർശിച്ച് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമുണ്ട്, അത് മാറ്റാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നുവെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട്, അവരുടെ ആചാരമനുസരിച്ച് ഇന്നത്തെ കാലത്തിന് പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഇല്ലേ. പക്ഷെ അത് അവരുടെ ആചാരമനുസരിച്ചുള്ളതാണ്. മുസ്ലിം സമുദായങ്ങളുണ്ട്, വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ ഒന്നും ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? NSS-നും രമേശ് ചെന്നിത്തലയ്ക്കും ഇടയിലുള്ള മഞ്ഞുരുകലിന് വേദിയായി മന്നം ജയന്തി ആഘോഷത്തിന്റെ പൊതുസമ്മേളനം. 11 വർഷങ്ങൾ നീണ്ട അകൽച്ചയ്ക്കാണ് വിരാമമായത്. ചെറുപ്പം മുതൽ പെരുന്നയുടെ സന്തതിയാണ് രമേശ് ചെന്നിത്തലയെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. പെരുന്നയുമായുള്ള ആത്മബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചുമാറ്റാനാകില്ലെന്ന് ചെന്നിത്തലയും വ്യക്തമാക്കി. 11 വർഷങ്ങളുടെ അകൽച്ചയ്ക്ക് ശേഷം NSS ആസ്ഥാനത്തെത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ചയ്ക്കും മന്നം സമാധിയിൽ പുഷ്പാർച്ചനയ്ക്കും ശേഷമാണ് ചെന്നിത്തല പൊതുസമ്മേളന വേദിയിലേക്ക് എത്തിയത്. ചെന്നിത്തലയുടെ വരവിനെ വിവാദമാക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചുവെന്ന് പറഞ്ഞ സുകുമാരൻ നായർ കോൺഗ്രസ് നേതാവ് എന്ന മുദ്രയിലല്ല ചെന്നിത്തലയെ ഉദ്ഘാടകനായി ക്ഷണിച്ചതെന്നും പറഞ്ഞു. കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സന്തതിയാണ് രമേശ് ചെന്നിത്തലയെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. പക്ഷേ ഇത് ഒരു വൻ വിവാദമായി കൊണ്ടുവരാൻ വേണ്ടി ചില ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ ദിവസങ്ങളോളം ചർച്ച ചെയ്തു. ഈ നായർ സർവീസ് സൊസൈറ്റിയിൽ ഒരു നായർ വരുന്നതിലേ കുഴപ്പമുള്ളൂ.
മറ്റ് ഏത് സംഘടനയിലും ഏത് സമുദായ സംഘടനയിലും ആരെ വിളിക്കുന്നതിനും ഒരു കുഴപ്പമില്ല. ഒരു പത്രക്കാരും ഒരു ദൃശ്യമക്കാരും തിരിഞ്ഞു നോക്കാറില്ല അവരെ. ശ്രീ രമേശ് ചെന്നിത്തലയെ വിളിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ അവർക്കുണ്ടായതാണെങ്കിൽ അവരെ തിരുത്തണം. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സ്വന്തതയാണ്. ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിൽ അഭയം തന്നത് NSS ആണെന്നും പെരുന്നയുമായുള്ള ആത്മബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാനാവില്ലെന്നും രമേശ് ചെന്നിത്തലയും പറഞ്ഞു. സംസാരത്തിനിടയിൽ ചെന്നിത്തല വികാരധീനനായി. മന്നത്ത് പത്മനാഭൻ കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണെന്നും രാജ്യത്തിന് കേരളം സംഭാവന ചെയ്ത മഹാപുരുഷനാണെന്നും പറഞ്ഞു. രാഷ്ട്രീയ രംഗത്ത് NSS ശ്രേഷ്ഠവും കുലീനവുമായ ബ്രാൻഡാണെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല വർഗീയതയ്ക്കെതിരെ കത്തിച്ചുവെച്ച നിലവിളക്കാണ് NSS എന്നും കൂട്ടിച്ചേർത്തു. ഈ മണ്ണുമായി എത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ 20 വർഷം മുമ്പ് മാനവത്തിലാവ് ദേവീക്ഷേത്രം തുറന്നു കൊടുത്ത മന്നത്ത് പത്മനാഭൻ കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നീണ്ട 11 വർഷങ്ങളുടെ അകൽച്ചയ്ക്ക് ശേഷം NSS ആസ്ഥാനത്തെത്തിയ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ NSSുമായുള്ള ബന്ധം മുൻകാലത്തേക്കാൾ കൂടുതൽ ദൃഢമാക്കുന്നതായി. അമൃത ന്യൂസ്, കോട്ടയം. മനം ജയന്തി ആഘോഷത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്തതോടെ UDF രാഷ്ട്രീയത്തിൽ വീണ്ടും താക്കോൽ സ്ഥാന ചർച്ചകൾ സജീവമാകുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ആര് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നിലനിൽക്കുമ്പോഴാണ് ഈ പുതിയ നീക്കം എന്നതും ശ്രദ്ധേയം. ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് ആരായാലും ശരി, ആ KPCC പ്രസിഡന്റിനെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരാൻ ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾ അധികകാലം നിങ്ങൾക്ക് തുടരാൻ ജനം നിങ്ങൾക്ക് അനുമതി നൽകുകയില്ല, പ്രത്യേകിച്ചും ഇവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗം. താക്കോൽ സ്ഥാനം എന്ന പ്രയോഗം കേരള രാഷ്ട്രീയത്തിന് സംഭാവന നൽകിയത് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരാണ്. 2013 തിരുവനന്തപുരത്ത് നടന്ന NSSന്റെ ഒരു ചടങ്ങിലാണ് സുകുമാരൻ നായരുടെ ചരിത്രപ്രസിദ്ധമായ താക്കോൽ സ്ഥാന പ്രസംഗം. അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റുമായിരുന്നു. UDF മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ തന്നെ മന്ത്രിസഭാ പ്രവേശനത്തിന് രമേശിന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ആഭ്യന്തര വകുപ്പ് നൽകുന്നതിൽ A ഗ്രൂപ്പുകാർ ഇടങ്കോലിട്ടതോടെ മന്ത്രിസഭയിലേക്കില്ലെന്ന് രമേശ് പ്രഖ്യാപിച്ചു. ആ ഘട്ടത്തിലായിരുന്നു G. സുകുമാരൻ നായരുടെ താക്കോൽ സ്ഥാന പ്രസംഗം. NSSുമായി ഉറ്റബന്ധം പുലർത്തിയിരുന്ന രമേശിന് മന്ത്രിസഭയിൽ താക്കോൽ സ്ഥാനം നൽകിയില്ല എങ്കിൽ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്ന് സുകുമാരൻ നായർ തുറന്നടിച്ചതോടെ UDF കോൺഗ്രസ് നേതൃത്വങ്ങൾ അങ്കലാപ്പിലായി. പറഞ്ഞു പറയിപ്പിച്ചതാണെന്ന ആരോപണവും ഉയർന്നു. ഇതോടെ സുകുമാരൻ നായരുടെ പ്രസ്താവന രമേശ് ചെന്നിത്തലയെ വെട്ടിലുമാക്കി. ഗ്രൂപ്പ് തലത്തിൽ മുറിമുറിപ്പ് കൂടി വന്നതോടെ രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയക്കാരന് സുകുമാരൻ നായരെ തള്ളിപ്പറയേണ്ടി വന്നു. എൻ്റെ നിലപാടുകൾ സുവ്യക്തമായിരിക്കെ NSS ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗത്തിൽ എന്നെ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. സാമൂഹ്യ സാമുദായിക സംഘടനകളും അതിൻ്റെ നേതാക്കളും അവരുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നത് ഉചിതമല്ല. ഇതോടെ NSS നേതൃത്വവുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീണു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാറ്റി രമേശിനെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിയമിക്കാൻ ഉമ്മൻചാണ്ടിയും കോൺഗ്രസ് നേതൃത്വവും തയ്യാറായെങ്കിലും രമേശും NSSും തമ്മിലുള്ള അകൽച്ച തുടർന്നു. 11 വർഷത്തിനു ശേഷം സുകുമാരൻ നായരുടെ ക്ഷണപ്രകാരം ഇന്ന് മനം ജയന്തി ആഘോഷത്തിൽ ചെന്നിത്തല പങ്കെടുത്തതോടെ സംസ്ഥാന UDF രാഷ്ട്രീയത്തിൽ താക്കോൽ സ്ഥാനത്തേക്ക് ആരെന്ന ചർച്ചകൾ സജീവമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 16 മാസങ്ങൾ ശേഷിക്കുന്നുണ്ടെങ്കിലും UDF അധികാരത്തിലെത്തുമെന്ന ഉറച്ച വിശ്വാസത്തിൽ പുതിയ മന്ത്രിസഭയുടെ താക്കോൽ സ്ഥാനത്തേക്ക് രമേശിനെ കൊണ്ടുവരാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ മഞ്ഞുരുകലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം സമുദായ നേതാക്കളെ പിണക്കാൻ കഴിയാത്തതിനാൽ ഗ്രൂപ്പ് തലത്തിലെ പ്രതികരണങ്ങൾ മിതപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും താക്കോൽ സ്ഥാനം ചർച്ചയായതോടെ പ്രതിപക്ഷ നേതാവായ VD സതീശനും കൂട്ടരും കരുതലോടെയാണ് ഇനിയുള്ള നീക്കങ്ങൾ നോക്കിക്കാണുക. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. NSS ജനറൽ സെക്രട്ടറി
സുകുമാരൻ നായർക്ക് മറുപടിയുമായി സ്വാമി സച്ചിദാനന്ദ. ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടാകേണ്ട പരിഷ്കരണത്തെക്കുറിച്ചാണ് ശിവഗിരി തീർത്ഥാടന വേദിയിൽ പറഞ്ഞതെന്ന് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. സുകുമാരൻ നായർ പറയുന്നത് പഴയ ആചാരങ്ങൾ അതുപോലെ നിലനിർത്തണമെന്നാണ്. അങ്ങനെയെങ്കിൽ മതപരിഷ്കർത്താക്കളുടെ കർമ്മങ്ങൾ എന്തിനു വേണ്ടിയെന്നും സച്ചിദാനന്ദ ചോദിച്ചു. മന്നത്തിന്റെ അഭിപ്രായത്തിന് വിപരീതമായാണ് സുകുമാരൻ നായർ പറയുന്നതെന്നും സച്ചിദാനന്ദ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിക്ക് തോന്നി, അദ്ദേഹം അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് സുകുമാരൻ നായർ സംസാരിച്ചതായി അറിയാൻ കഴിഞ്ഞു. സുകുമാരൻ നായർ പറയുന്നത് പഴയ ആചാരങ്ങൾ അതേപോലെ നിലനിർത്തിക്കൊണ്ടു പോകണമെന്നാണ്. KFCക്കെതിരെ കോടികളുടെ അഴിമതി ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുങ്ങാൻ പോകുന്ന അനിൽ അംബാനിയുടെ കമ്പനിയിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 60 കോടിയുടെ നിക്ഷേപം നടത്തിയെന്നും ബോർഡിൽ പോലും ചർച്ച ചെയ്യാതെയായിരുന്നു നടപടിയെന്നും രേഖകൾ പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് പലിശ ഉൾപ്പെടെ KFCക്ക് കിട്ടേണ്ടിയിരുന്ന 100 കോടിയോളം രൂപ നഷ്ടമായി എന്നും ഇതിനു പിന്നിൽ ഉന്നതതലത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമായ തെളിവുകൾ പുറത്തുവിടണമെന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക്കും വെല്ലുവിളിച്ചു. കേരള ഫിനാൻസ് കോർപ്പറേഷനിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോടികളുടെ അഴിമതി നടന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ ഉന്നയിക്കുന്നത്. മുങ്ങാൻ പോകുന്ന അനിൽ അംബാനിയുടെ കമ്പനിയിൽ 2018 KFC 60 കോടി 80 ലക്ഷം രൂപ നിക്ഷേപിച്ചു. പിന്നാലെ 2018-19 19-20 വാർഷിക റിപ്പോർട്ടുകളിൽ കമ്പനിയുടെ പേര് മറച്ചുവെച്ചു. 60 കോടി നിക്ഷേപത്തിന് പലിശ ഉൾപ്പെടെ 109 കോടി രൂപ കിട്ടേണ്ട സ്ഥാനത്ത് 7 കോടി 9 ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചത്. വൻ അഴിമതിയാണ് നടന്നതെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഭരണ നേതൃത്വത്തിലുള്ളവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് 1951 33-ാം വകുപ്പ് അനുസരിച്ച് റിസർവ് ബാങ്കിലോ നാഷണലൈസ്ഡ് ബാങ്കിലോ മാത്രം പണം നിക്ഷേപിക്കാൻ പാടും. അതാണ് ഈ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ കൊണ്ടുപോയി മുങ്ങാൻ പോകുന്ന കമ്പനിയിൽ പോയി ഇത് വെച്ച് 2019 18-ലാണിത് നിക്ഷേപിക്കുന്നത്. കേട്ടോളാം, 2019 ഈ കമ്പനി പൂട്ടി, കമ്പനി ലിക്വിഡേറ്റ് ചെയ്യും. ലിക്വിഡേഷൻ്റെ ഭാഗമായിട്ട് പൈസ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. 7 കോടി 9 ലക്ഷം രൂപ കിട്ടുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് തുക നിക്ഷേപിച്ചതെന്നും മറച്ചുവെക്കാൻ ഒന്നുമില്ല എന്നും തോമസ് ഐസക് വ്യക്തമാക്കി. അഴിമതി ആക്ഷേപിക്കുന്നവരെ അതിനുള്ള തെളിവ് ഹാജരാക്കണം. ഇതൊക്കെയാണ് തെളിയിക്കേണ്ടത്. ഒന്ന്, അത് റേറ്റിംഗ് കമ്പനികളെ KFC സ്വാധീനിച്ച് റേറ്റിംഗ് ഉയർത്തി വെപ്പിച്ചു, അന്ന് അഴിമതിയാണ്. 2, കോട്ട് ചെയ്തപ്പോൾ മറ്റ് കൊട്ടേഷനിൽ പങ്കെടുത്തുള്ള കമ്പനികൾ അവരെ താഴ്ത്തി വെച്ചു, എങ്കിൽ അതിൽ അഴിമതിയാണ്. തെളിവ് വെക്കണ്ടേ? KFCക്കെതിരായ അഴിമതി ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെടാൻ തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ഒന്നാം പിണറായി സർക്കാരിനെതിരെ ഗുരുതര ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുമ്പോൾ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെ തള്ളി ധനമന്ത്രി KN ബാലഗോപാൽ നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് കേന്ദ്ര നിയമം അനുസരിച്ചായിരുന്നു ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ പ്രവർത്തനം. സെക്ഷൻ 35-ൽ നിക്ഷേപത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെന്നും നിക്ഷേപം നടത്തുന്ന സമയത്ത് ഉയർന്ന റേറ്റിംഗിലായിരുന്നു KFC എന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഉമാ തോമസ് MLAക്ക് അപകടം പറ്റിയ സംഭവത്തിൽ നൃത്തപരിപാടി സംഘടിപ്പിച്ച മൃദംഗവിഷന്റെ സംഘാടകർക്കെതിരെ ഗുരുതര ആരോപണം. MLA സ്റ്റേജിൽ നിന്നും വീഴുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. സ്റ്റേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗുരുതര വീഴ്ചയാണ് സംഘാടകർ വരുത്തിയത്. മൃദംഗവിഷൻ CEO നികോഷ് കുമാർ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയേക്കും. അതേസമയം പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായിരുന്ന ദിവ്യ ഉണ്ണി കേരളം വിട്ടു. കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിയ നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട് മൃദംഗവിഷൻ സംഘാടകർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. സ്റ്റേജ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും സാമ്പത്തിക തട്ടിപ്പുമാണ് പ്രധാന ആരോപണങ്ങൾ. മൃദംഗവിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചു. നൃത്ത അധ്യാപകർക്ക് പണം കൈമാറിയ അക്കൗണ്ടുകൾ ഉൾപ്പെടെ പരിശോധിക്കും. സ്റ്റേജ് നിർമ്മാണത്തിൽ പിഴവ് സംഭവിച്ചെന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് MLAയുടെ അപകട ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മൃദംഗവിഷൻ CEO നികോഷ് കുമാർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്.
അതേസമയം സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നാണ് നികോഷ് കുമാറിന്റെ നിലപാട്. നൃത്തപരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിന്നിരുന്ന നടി ദിവ്യ ഉണ്ണി കേരളം വിട്ടു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അമേരിക്കയിലേക്കാണ് നടി യാത്ര തിരിച്ചത്. സംഘാടകരെ ചോദ്യം ചെയ്ത ശേഷം ദിവ്യ ഉണ്ണിയെയും ചോദ്യം ചെയ്യും. ചികിത്സയിൽ തുടരുന്ന MLAയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഒരു അലാമിംഗ് ആയിട്ടൊരു സിറ്റുവേഷൻ അല്ല, പക്ഷേ വി ആർ വാച്ച്ഫുൾ, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ആളുടെ റെസ്പിറേഷൻ പുള്ളി തന്നെത്താനെ എടുക്കുന്ന റെസ്പിറേഷനിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാണ് എടുക്കുന്നത്. ഇന്നും ഒരു 60 to 70% മാഡം തന്നെത്താനെയാണ് റെസ്പിറേഷൻ എടുക്കുന്നത്. നമ്മളൊരു പ്രഷർ സപ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊരു നല്ല ലക്ഷണമാണ്. ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുള്ളതുകൊണ്ട് തന്നെ 2 ദിവസത്തിനുള്ളിൽ MLAയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റാൻ കഴിഞ്ഞേക്കും. അമൃത ന്യൂസ്, കൊച്ചി. ഇനി ഗൾഫ് വാർത്തകൾ നോക്കാം. താമസാനുമതി രേഖയില്ലാതെ UAEയിൽ കഴിഞ്ഞിരുന്ന 3700 ഇന്ത്യക്കാർക്ക് പൊതുമാപ്പ് കാലാവധിയിൽ എക്സിറ്റ് പെർമിറ്റ് നൽകിയെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. ഇതോടൊപ്പം 2117 പേർക്ക് പാസ്പോർട്ടുകളും അനുവദിച്ചിട്ടുണ്ട്. 3589 എമർജൻസി സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. കോൺസുലേറ്റിലും അൽ അവീറിലെ പൊതുമാപ്പ് സേവന കേന്ദ്രത്തിലും സജ്ജീകരിച്ചിരുന്ന സഹായ കേന്ദ്രങ്ങൾ വഴി 15000 പേർക്ക് പൊതുമാപ്പ് കാലത്ത് സേവനം നൽകിയെന്നും കോൺസുലേറ്റ് വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ദുബായിലെയും വടക്കൻ എമിറേറ്റുകളിലെയും ഇന്ത്യക്കാരുടെ കണക്കാണിത്. പൊതുമാപ്പ് സേവനത്തിന് പിന്തുണ നൽകിയ ഇമിഗ്രേഷൻ അധികൃതർക്കും വിവിധ സംഘാടനകൾക്കും ഇന്ത്യൻ കോൺസുലേറ്റ് നന്ദി രേഖപ്പെടുത്തി. പുതുവർഷ തലേന്ന് 25 ലക്ഷത്തിലേറെ പേർ ദുബായിലെ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചതായി ദുബായ് RTA അറിയിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ 9.3% വർധനയാണ് ഈ വർഷമുണ്ടായത്. ദുബായ് മെട്രോയുടെ റെഡ് ഗ്രീൻ ലൈനുകളിലായി 11 ലക്ഷത്തിലേറെ യാത്രക്കാർ സഞ്ചരിച്ചു. ദുബായ് ട്രാം 55,391 പേരും ബസ്സുകൾ 4,60,000 പേരും യാത്രയ്ക്കായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. 80,000 പേർ ജലഗതാഗത മാർഗങ്ങൾ യാത്രയ്ക്കായി ഉപയോഗിച്ചു. പുതുവത്സരാഘോഷ വേദികളിലേക്കും പുറത്തേക്കുമുള്ള യാത്രക്കാരുടെ സഞ്ചാരം തടസ്സങ്ങളില്ലാതെ സുരക്ഷിതമായി നടത്താൻ സാധിച്ചതിൽ സംതൃപ്തിയുണ്ടെന്നും റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ പ്രവാസികൾക്ക് തൊഴിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒമാൻ. നെറ്റ്വർക്ക് ഓപ്പറേഷൻ ജോലികളാണ് സ്വദേശിവൽക്കരണം കർശനമാക്കുന്നത്. വിദേശികൾക്ക് പരമാവധി 6% തൊഴിൽ അവസരങ്ങൾ മാത്രമാകും ഈ മേഖലയിൽ ലഭിക്കുക. ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റിയാണ് തീരുമാനം കൈക്കൊണ്ടത്. നിലവിൽ നിശ്ചിത സ്വദേശിവൽക്കരണം പാലിക്കാത്ത കമ്പനികൾക്ക് 6 മാസത്തെ സമയം കൂടി അനുവദിക്കും. ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ സ്വദേശി ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നടപടി. കുവൈറ്റിൽ കഴിഞ്ഞ മാസം മുതൽ ആരംഭിച്ച ഗൾഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിനോടനുബന്ധിച്ച് സന്ദർശകരുടെ നിരക്കിലുണ്ടായ വർധനവ് വിനോദസഞ്ചാര മേഖലയിൽ പുത്തൻ ഉണർവ് പകർന്നതായി റിപ്പോർട്ട്. 2023 വർഷത്തെ അപേക്ഷിച്ച് ഇതേ കാലയളവിൽ രാജ്യത്ത് വിനോദസഞ്ചാര മേഖലയിൽ ഉയർന്ന സാമ്പത്തിക വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തിയത്. ഡിസംബർ മാസം മുതൽ ഈ മേഖലയിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. ടൂറിസം, ട്രാവൽ, ഹോട്ടൽ, റെസ്റ്റോറന്റ് മേഖലയിലാണ് ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെട്ടത്. ഡിസംബർ പകുതിയോടെ രാജ്യത്തെ ഹോട്ടലുകളിലെ റൂമുകൾ പൂർണ്ണമായും നിറഞ്ഞു. ഇതേ തുടർന്ന് ഹോട്ടലുകളുടെയും അപ്പാർട്ട്മെന്റുകളുടെയും വാടക 40% വരെ ഉയരുകയും ചെയ്തു. ജനുവരി 4-നാണ് ഗൾഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് അവസാനിക്കുന്നത്. ഇതിനു പിന്നാലെ ജനുവരി 21 മുതൽ 70 ദിവസം നീണ്ടു നിൽക്കുന്ന കുവൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലും ആരംഭിക്കും. കുവൈറ്റിലെ ഡോക്ടർമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ, ടെക്നീഷ്യന്മാർ, ഫാർമസിസ്റ്റുകൾ, നഴ്സുമാർ എന്നിവരുൾപ്പെടെ 70,000-ഓളം വരുന്ന ജീവനക്കാരിൽ സ്മാർട്ട് ഫിംഗർ പ്രിന്റ് നടപ്പിലാക്കാൻ ആരോഗ്യ മന്ത്രാലയം തയ്യാറെടുക്കുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും 1 മാസം മുൻപ് നിശ്ചയിച്ച തീയതിയിൽ തന്നെ ഫിംഗർ പ്രിന്റ് സംവിധാനം നടപ്പിലാക്കാനാണ് മന്ത്രാലയം തീരുമാനിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. പ്രത്യേകിച്ചും പ്രോഗ്രാമിനായി രജിസ്റ്റർ ചെയ്യുന്നതിലെ പ്രശ്നങ്ങളാണ് നേരിട്ടത്. സ്മാർട്ട് ഫിംഗർ പ്രിന്റ് ആപ്ലിക്കേഷൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ മന്ത്രാലയത്തിലെ ബന്ധപ്പെട്ട സാങ്കേതിക മേഖലകൾ ദിവസങ്ങളായി ശ്രമിക്കുന്നുണ്ട്. ജനുവരി 5 മുതൽ എല്ലാ ജീവനക്കാർക്കും ഈ സംവിധാനം ഉപയോഗിക്കാനുള്ള നടപടി മന്ത്രാലയം സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം സ്വകാര്യ ഉംറ ഗ്രൂപ്പിൽ സൗദിയിൽ വന്ന് നാട്ടിലേക്ക് മടങ്ങാനാകാതെ കുടുങ്ങിയ മലയാളികളടക്കമുള്ള 168 ഉംറ തീർത്ഥാടകർ ഇന്ന് നാട്ടിലേക്ക് മടങ്ങി. ദമാമിൽ കുടുങ്ങിയ തീർത്ഥാടകരെ കാത്തിരിപ്പിനൊടുവിൽ സൗദിയിലെ ഏജന്റ് മുത്തവഫ് അടക്കമുള്ള സ്ഥാപനങ്ങളും ദമാമിലെ സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടലും കൊണ്ട് ഇന്ന് രാവിലെ മുതലുള്ള ദമാമിൽ നിന്നുമുള്ള വിവിധ വിമാനങ്ങളിൽ തീർത്ഥാടകർ നാട്ടിലേക്ക് പോയതായി സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു.
സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അബ്ഷീറിന്റെ ഭാഗമായ അബ്ഷീർ ബിസിനസ്സിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾക്ക് 7 പുതിയ ഫീസുകൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇഖാമ ഇഷ്യൂ ചെയ്യൽ സേവനത്തിന് 51.75 റിയാലും തൊഴിലാളിയെക്കുറിച്ചുള്ള റിപ്പോർട്ടിന് 28.75 റിയാലും വിദേശികളുടെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ 69 റിയാലുമാണ് പുതിയ ഫീസുകൾ. റീ എൻട്രി ദീർഘിപ്പിക്കാൻ വേണ്ടി 103.5 റിയാലും ഇഖാമ പുതുക്കൽ സേവനത്തിന് 51.75 റിയാലും റീ എൻട്രിയിൽ സൗദി വിട്ട വിദേശി വിസ കാലാവധിക്കുള്ളിൽ രാജ്യത്ത് തിരിച്ചെത്താത്തതിന്റെ റിപ്പോർട്ട് ചെയ്യാൻ 70 റിയാലുമാണ് പുതിയ ഫീസുകൾ. സിറിയൻ ഉന്നതതല പ്രതിനിധി സംഘം സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിലെത്തി. മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ അട്ടിമറിച്ചതിന് ശേഷം പുതിയ സിറിയൻ അധികാരികൾ നടത്തുന്ന ആദ്യ വിദേശ സന്ദർശനമാണിത്. സൗദിയുമായുള്ള ബന്ധത്തിൽ പുതിയതും തിളക്കവുമാർന്ന ഒരു അധ്യായം തുറക്കാൻ പുതിയ സിറിയൻ ഭരണകൂടം ആഗ്രഹിക്കുന്നുവെന്ന് സിറിയൻ വിദേശകാര്യമന്ത്രി അസദ് അൽ ഷബാനി പറഞ്ഞു. ബുധനാഴ്ച രാത്രിയാണ് വിദേശകാര്യമന്ത്രി അസദ് അൽ ഷബാനി, പ്രതിരോധ മന്ത്രി മുഹഫ് അബു ഖസ്ര, ഇന്റലിജൻസ് തലവൻ അനസ് ബതാബ് എന്നിവരുൾപ്പെടെ ഉന്നതതല സിറിയൻ പ്രതിനിധി സംഘം റിയാദിൽ എത്തിയത്. റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ സിറിയൻ ഉന്നതതല സംഘത്തെ സൗദി ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വലീദ് അൽ ഖുറൈജിയാണ് സ്വീകരിച്ചത്. ശരണാമൃതം co-powered by Bharat Lachna Multi-State Housing Cooperative Society Limited. സ്വാമിയേ അയ്യപ്പസന്നിധിയിൽ നാദോപാസനയുമായി മട്ടന്നൂരും സംഘവും. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ മക്കളായ ശ്രീകാന്ത്, ശ്രീരാജ് എന്നിവരുമാണ് സന്നിധാനത്ത് താളവിസ്മയം തീർത്ത് തായമ്പക നയിച്ചത്. അയ്യപ്പസന്നിധിയിൽ നാദോപാസനയർപ്പിക്കുവാനെത്തിയ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാൻ സംഘവും അക്ഷരാർത്ഥത്തിൽ സന്നിധാനത്ത് താളവിസ്മയങ്ങളുടെ പെരുമഴ തീർക്കുകയായിരുന്നു. അയ്യപ്പ ദർശനത്തിനായി മല കയറിയെത്തിയ സംഘം അയ്യപ്പസന്നിധിയിൽ തീർത്ത നാദവിസ്മയം തീർത്ഥാടകർക്കും പുത്തൻ അനുഭവമായി. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും മക്കളായ ശ്രീകാന്ത്, ശ്രീരാജ് എന്നിവരുമാണ് തായമ്പക നയിച്ചത്. കലാമണ്ഡലം ഉണ്ണികൃഷ്ണനും വെള്ളിനേഴി ആനന്ദും ഇടംതലയിലും, വെള്ളിനേഴി രാംകുമാർ, കീനൂർ സുബീഷ്, തൃശൂർ ശബരി, ഇരിങ്ങാലക്കുട ഹരി എന്നിവർ വലംതലയിലും മട്ടന്നൂരിനെ അനുഗമിച്ചു. മട്ടന്നൂർ അജിത് മാരാർ, വെള്ളിനേഴി വിജയൻ, കല്ലുവഴി ശ്രീജിത്ത്, പുറ്റേക്കാട് മേഘനാഥൻ, തൃക്കടീരി ശങ്കരൻകുട്ടി, മട്ടന്നൂർ ശ്രീശങ്കരന്മാരാർ എന്നിവർ ചേർന്ന് താളമൊരുക്കി. ADGP എസ് ശ്രീജിത്ത്, ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് A അജികുമാർ എന്നിവർ ചേർന്ന് മട്ടന്നൂരിനെ സ്വീകരിച്ചു. തായമ്പകയ്ക്ക് ശേഷം അയ്യപ്പനെ ദർശിച്ചാണ് സംഘം മലയിറങ്ങിയത്. സന്നിധാനത്തു നിന്നും ആദർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. മുണ്ടക്കൈ പുനരധിവാസം എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 5 സെന്റ് ഭൂമി അംഗീകരിക്കാനാകില്ലെന്ന് ചൂരൽമല ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ. നെടുമ്പാലയിലെ പോലെ 10 സെന്റ് ഭൂമി തന്നെ വേണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് മന്ത്രി കെ രാജൻ ഉറപ്പു നൽകിയെന്നും ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് വീടിനുള്ള സ്ഥലം 10 സെന്റ് നിർബന്ധമാക്കി വേണമെന്നാണ് ഞങ്ങൾ ഇതുവരെ ആവശ്യപ്പെട്ടുള്ളത്. ഇപ്പോഴും അതുതന്നെയാണ് മന്ത്രിയോട് ഞങ്ങൾ അതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കിട്ടുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. പിന്നെ മന്ത്രിയുടെ ഓപ്ഷൻ കൂടി പറഞ്ഞു, നെടുമ്പാലയിലേക്ക് വേണ്ടവർക്ക് അങ്ങോട്ട് കൊടുക്കുക, മാറ്റി കൊടുക്കുക. ഇപ്പോൾ കൽപ്പറ്റ പറഞ്ഞ ആളുകളുണ്ട്, അവർക്ക് മാറ്റി കൊടുക്കുക. അത് ഓക്കെ, അതൊക്കെ സ്വാഗതം ചെയ്യുന്നത്. പക്ഷേ ബാക്കിയുള്ള ആളുകൾ കൽപ്പറ്റയിൽ ആവശ്യപ്പെട്ട, എന്തായാലും നിർബന്ധമായിട്ട് കൽപ്പറ്റ വേണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ഈ 5 സെന്റിൽ ഒതുക്കി കളയരുത് എന്നുള്ളൊരു പ്രയാസം ഞങ്ങൾക്കുണ്ട്. കാരണം മുണ്ടക്കൈ പുനരധിവാസം 2ാം ഘട്ട നടപടിക്രമങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്ന് മന്ത്രി കെ രാജൻ. നിലവിലെ ഉത്തരവിൽ 1ാം ഘട്ടത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണുള്ളത്. 2 ഘട്ടവും പുനരധിവാസത്തിൽ ഒന്നിച്ചായിരിക്കും. 5 സെന്റ് മാത്രം ഭൂമി നൽകുന്നതിലെ പരാതി പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പ്രതിഷേധിച്ച സ്കൂളുകൾക്കെതിരെ നടപടി. തിരുനാവായ, നാവമുകുന്ദ HSS, മാർബേസിൽ HSS, കോതമംഗലം എന്നീ സ്കൂളുകൾക്കാണ് അടുത്ത വർഷത്തെ കായികമേളയിൽ വിലക്ക് ഏർപ്പെടുത്തിയത്. പ്രശ്നങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കായികമേള അലങ്കോലപ്പെടുത്തുന്ന രീതിയിൽ പ്രതിഷേധിച്ച സ്കൂളുകൾക്കെതിരെ നടപടി സ്വീകരിച്ച് ഉത്തരവായത്.
സംസ്ഥാനത്താദ്യമായി ഒളിമ്പിക്സ് മാതൃകയിൽ ഇറങ്ങിയ കായികമേളയിൽ അവസാന ദിനത്തിലുണ്ടായ കല്ലുകടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ചെറുതല്ലാത്ത ക്ഷീണമാണ് സമ്മാനിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി വേദിയിലിരിക്കെ കായികമേളയുടെ സമാപന സമ്മേളന സമയത്ത് അധ്യാപകർ കുട്ടികളിറക്കി പ്രതിഷേധം നടത്തിയിരുന്നു. സംഭവത്തിന് പിന്നാലെ ഇതന്വേഷിക്കാൻ 3-അംഗ കമ്മീഷനെ വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തി. പിന്നാലെ കമ്മിറ്റിയുടെ ശുപാർശ പരിഗണിച്ച് നടപടിയെടുത്തതോടെയാണ് പ്രതിഷേധിച്ച സ്കൂളുകളെ അടുത്ത കായികമേളയിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനത്തിലെത്തിച്ചേർന്നത്. NMHSS തിരുനാവായ മാർബേസിൽ HSS കോതമംഗലം എന്നീ സ്കൂളുകളെയാണ് വിലക്കിയത്. അടുത്ത വർഷം നടക്കുന്ന സ്കൂൾ കായികമേളയിൽ വിലക്കേർപ്പെടുത്തിയ സ്കൂളുകളെ പങ്കെടുപ്പിക്കില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു അന്വേഷണ കമ്മീഷനെ ചുമതലപ്പെടുത്തി. അന്വേഷണ കമ്മീഷനെ ചുമതലപ്പെടുന്നതിന് മുമ്പ് തന്നെ സ്കൂളിൻ്റെ അധികാരികൾ ഖേദം പ്രകടിപ്പിക്കുകയും മാപ്പ് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവായിട്ട് ഇതിനെ ഇറക്കിയിട്ടുണ്ട്. സ്കൂൾ കായികമേള സമാപനത്തിലെ സംഘർഷത്തിൽ അധ്യാപകർക്കെതിരെ നടപടിക്ക് കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകി. അതേസമയം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിക്കെതിരെ ഔദ്യോഗികമായി ഒരു വിശദീകരണവും സ്കൂൾ അധികൃതർ ഇതുവരെ നടത്തിയിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പുതുവത്സരത്തിൽ ഒത്തുകൂടി അമൃത ടെലിവിഷൻ കുടുംബം. വൈറ്റില സ്റ്റുഡിയോ കോംപ്ലക്സിലാണ് പ്രോഗ്രാം വിഭാഗത്തിലെയും കൊച്ചി ബ്യൂറോയിലെയും ജീവനക്കാരും ചേർന്ന് ഹാപ്പി ന്യൂ ഇയർ 2025 സംഘടിപ്പിച്ചത്. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണ അമൃതാനന്ദപുരി ചടങ്ങിൽ ആശംസാ പ്രസംഗം നടത്തി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും DIGയുമായ പുട്ടവിമലാദിത്യ IPS വിശിഷ്ടാതിഥിയായിരുന്നു. വിശാലമായ വൈറ്റിലയിലെ സ്റ്റുഡിയോ കോംപ്ലക്സിൽ വെച്ചായിരുന്നു പുതുവത്സര കൂട്ടായ്മ സംഘടിപ്പിച്ചത്. അമൃത TV ബിസിനസ് ഹെഡ് ശിവകുമാർ R, GM ഓപ്പറേഷൻസ് അരുൺ രാജ് എന്നിവർ ചടങ്ങിൽ സാന്നിധ്യമായി. കൊച്ചി റീജിയണൽ ഹെഡ് ശ്രീജിത്ത് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സ്വാമി പൂർണ്ണ അമൃതാനന്ദപുരി, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ IPS എന്നിവരെ ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹൻ, അജയൻ K നായർ എന്നിവർ ചേർന്ന് ആദരിച്ചു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണ അമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. പുതുവർഷത്തെ സുന്ദരമാക്കാൻ ഉള്ളിലെ പ്രേമമാണ് ഉണരേണ്ടതെന്നും എല്ലാവരുടെയും നന്മകൾ ഉണർത്താനുള്ള ഉത്സവമായി പുതുവത്സരം മാറട്ടെയെന്നും സ്വാമിജി ആശംസിച്ചു. കലിയുഗത്തിൽ ശത്രുക്കൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ഉള്ളിലെ രാഗവൈരികളെ ബന്ധുക്കളാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഇതാണ് ഭഗവത്ഗീതയിൽ പറയുന്ന യുദ്ധം, ഉള്ളിലെ യുദ്ധം. ശത്രുക്കൾ പുറത്തല്ല. നമ്മുടെ ദുഃഖങ്ങൾക്ക് മറ്റാരും കാരണക്കാരല്ല. നമ്മുടെ മനോഭാവം മാറ്റിയാൽ അസാധ്യമായി യാതൊന്നും ഇല്ലെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞു തരുന്നു. സംസ്കാരവും പൈതൃകവും പുതുതലമുറയെ ഓർമ്മിപ്പിക്കാൻ അമൃത ടെലിവിഷൻ സംഘടിപ്പിക്കുന്ന പരിപാടികൾ അഭിനന്ദനാർഹമാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും DIGയുമായ പുട്ടവിമലാദിത്യ IPS പറഞ്ഞു. നമ്മുടെ കൾച്ചർ എന്താണ്, നമ്മുടെ ഹെറിറ്റേജ് എന്താണ് എന്ന് എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഒരു വഴി എന്താണ്, പർപ്പസ് എന്താണ്, അവർ ഏത് വഴിക്കാണ് അവരുടെ ജീവിതത്തിനെ നയിച്ചു കൊണ്ടുപോകണമെന്ന് ഒരു നല്ല ചിന്ത അവർ ഉള്ളിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദർ ഷുഡ് ബി എ ഗുഡ് നൈസ് മിക്സ് ഓഫ് ഓൾഡ് ആൻഡ് ന്യൂ. അപ്പോൾ പഴയതെല്ലാം ചീത്ത എന്ന് ആർക്കും പറയാൻ പാടില്ലാത്തതാണ്. പഴയതെല്ലാം ഏറ്റവും നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബാഡ്മിന്റൺ ചലഞ്ച് ഉൾപ്പെടെയുള്ള കായിക വിനോദങ്ങൾ വിജയിച്ചവർക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. അമൃത ന്യൂസ്, കൊച്ചി. കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. മനു ഭാക്കറും D ഗുഗേഷും ഉൾപ്പെടെ 4 താരങ്ങൾക്ക് ഖേൽ രത്ന പുരസ്കാരം. മലയാളിയായ നീന്തൽ താരം സജൻ പ്രകാശ് അടക്കം 32 പേർക്കാണ് അർജുന അവാർഡ്. പുരസ്കാരങ്ങൾ ജനുവരി 27 രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് 4 പേരാണ് അർഹരായത്. ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവും ഷൂട്ടിംഗ് താരവുമായ മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ D ഗുഗേഷ്, പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരാലിമ്പിക്സ് താരം പ്രവീൺ കുമാർ എന്നിവർക്കാണ് ഖേൽരത്ന. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ വനിതാ കായിക താരമാണ് മനു ഭാക്കർ. പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റലിൽ വെങ്കലം നേടി മനു ഭാക്കർ ചരിത്രമെഴുതിയിരുന്നു. സിംഗപ്പൂരിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ ചൈനീസ് ചെസ് താരം ഡിങ് ലിറിനെ തോൽപ്പിച്ചാണ് ഗുഗേഷ് ലോക ചാമ്പ്യനായത്.
ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായ ഹർമൻപ്രീത് സിംഗ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ വെങ്കലത്തിലേക്ക് നയിച്ചു. പാരാ അത്ലറ്റായ പ്രവീൺ കുമാർ 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ സ്വർണം നേടിയിരുന്നു. മലയാളിയും നീന്തൽ താരവുമായ സജൻ പ്രകാശ് അടക്കം 32 പേർക്ക് അർജുന അവാർഡ് ലഭിക്കും. 2017 ഏഷ്യൻ ഇൻഡോർ ഗെയിംസിൽ 100 മീറ്റർ ബട്ടർഫ്ലൈസിൽ വെള്ളി മെഡൽ നേടിയ താരമാണ് സജൻ പ്രകാശ്. മലയാളി ബാഡ്മിന്റൺ പരിശീലകൻ എസ് മുരളീധരന് ദ്രോണാചാര്യ പുരസ്കാരം സമ്മാനിക്കും. പുരസ്കാരങ്ങൾ ജനുവരി 27 രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്യും. സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച പേരുകൾ സൂക്ഷ്മ പരിശോധന നടത്തിയതിനു ശേഷമാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തതെന്ന് കേന്ദ്ര കായിക മന്ത്രാലയം അറിയിച്ചു. ഖേൽരത്ന പുരസ്കാരത്തിന് സമിതി ശുപാർശ ചെയ്ത പേരുകളിൽ മനു ഭാക്കറിനെ നേരത്തെ ഉൾപ്പെടുത്താതിരുന്നത് വലിയ ചർച്ചയായിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ സാധ്യത നിശ്ചയിക്കുന്ന 5ാം ടെസ്റ്റിന് നാളെ തുടക്കം. ജസ്പ്രീത് ബുംറ നായകനാകും. രോഹിത് ശർമ്മ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതോടെയാണ് ബുംറ നായകനാകുന്നത്. ശുഭ്മാൻ ഗില്ലും പ്രസിദ്ധ് കൃഷ്ണയും ടീമിൽ ഇടം നേടി. അതിനിടയിൽ മത്സരം ജയിച്ചില്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്ന പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ നിലപാടും മുതിർന്ന താരങ്ങൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയായി. എന്നാൽ ഗംഭീറിന്റെ പരിശീലന രീതിയിലും താരങ്ങൾക്ക് അതൃപ്തിയുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.